നമുക്ക് കുറച്ച് പേരുടെയെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിരിക്കും രസഗുള അല്ലേ? എന്നാൽ ഈ രസഗുളയ്ക്ക് പിന്നിൽ അത്രയ്ക്ക് സ്വീറ്റ് അല്ലാത്ത ഒരു സ്റ്റോറിയുണ്ട്. ആ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ രസഗുള കഴിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എന്നാലും ഇതാരായിരിക്കും ഉണ്ടാക്കിയത്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് പ്രശ്നം മുഴുവൻ തുടങ്ങുന്നത്. ഒഡീഷയും വെസ്റ്റ് ബംഗാളും ഈ പറയുന്ന രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലായിരുന്നു തർക്കം. ഒഡീഷക്കാരുടെ വാദം അവരുടെ ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രസാദമായിട്ട് നൽകിയിരുന്ന ഒരു സ്വീറ്റാണ് പെഹ്ല രസഗുള എന്നുള്ളതാണ് പറയുന്നത്. അതേസമയം വെസ്റ്റ് ബംഗാളുകാരുടെ വാദം മറ്റൊന്നായിരുന്നു. അവരിൽ ഒരാളായ നോബിൻ ചന്ദ്രദാസ് ആണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന രീതിയിലുള്ള സ്പോഞ്ചി ഫ്ലഫി രസഗുള നിർമ്മിച്ചതെന്നും അദ്ദേഹത്തിൻ്റെ മകനായ KC ദാസ് ആണ് ഇതിനെ വാക്യൂം സീൽഡ് ടിന്നിലാക്കി ആ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകമെമ്പാടുമുള്ള മാർക്കറ്റുകളിൽ എത്തിച്ചത് എന്ന് പറയുന്നു. എന്താണെങ്കിലും ഈ വാദം ചെന്നെത്തുന്നത് അവസാനം GI ടാഗിലാണ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്, വിച്ച് മീൻസ് എ ലീഗൽ സ്റ്റാമ്പ് ദാറ്റ് സേസ് എ പ്രോഡക്റ്റ് ബിലോങ്സ് ടു എ സ്പെസിഫിക് ഏരിയ. ലൈക്ക് നമ്മുടെ ഈ കോലാപൂരി ചപ്പൽ, കാഞ്ചീപുരം സാരി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ. അറ്റ് ലാസ്റ്റ് 2017 ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടായി. വെസ്റ്റ് ബംഗാൾ ജയിച്ചു. അവരുടെ ബംഗളൂർ രസഗുളയ്ക്ക് GI ടാഗ് ലഭിച്ചു. എന്നാൽ ഒഡീഷക്കാർ വെറുതെ ഇരുന്നില്ല. ആഫ്റ്റർ 2 years ഒഡീഷ രസഗുളയ്ക്കും GI ടാഗ് ലഭിച്ചു. ഇനിയിപ്പോൾ ഉണ്ടാക്കിയത് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, നമുക്കെന്നും രസഗുള സ്പെഷ്യൽ തന്നെയല്ലേ? ഇതുപോലെ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ പ്രൊഡക്ട്സിനും നമുക്ക് ലഭിക്കുന്ന ഓരോ സർവീസസിൻ്റെയും പിന്നിൽ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ട്. ആ ഓരോ സ്റ്റോറീസിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും ഉണ്ടാവും. സോ ഫോർ മോർ സച്ച് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ്, ഡോണ്ട് ഫർഗെറ്റ് ടു ഫോളോ.